നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് നിങ്ങൾക്കൊപ്പം ലേശം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കും. അതിൻ്റെ റീസൺ, എനിക്കൊന്നിൻ്റെ അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ ഈ മൃഗശാലകളുമൊക്കെ നിർത്തലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു ദിവസം എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഇതിന് കൊടുക്കേണ്ടത്. അതുപോലെ അതിൻ്റെ ജീവനക്കാരും അതിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപ ശമ്പളം, പിന്നീട് പെൻഷൻ, ഇങ്ങനെ ഭയങ്കര ചിലവുള്ളൊരു സംവിധാനമല്ലേ. അപ്പോൾ അതെന്തിനാണ് ശരിക്കും ഈ മൃഗശാലകളിങ്ങനെ? നമ്മൾ ഈ മൃഗങ്ങളെ കാണാനല്ലേ അവിടെ പോകുന്നതല്ല, വേറൊന്നും അല്ലല്ലോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് രാവിലെ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മറ്റേ നമ്മുടെ പടിയെ കിടക്കുന്ന ഒരു കരടി. അതെന്നെ മൈൻഡ് ചെയ്തില്ല, ഞാനതിനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു ചെന്നപ്പം ഗേറ്റിന് മുമ്പായിട്ട് പുലി കിടന്നുറങ്ങുമോ. ഇതിങ്ങനെ നോക്കി, ഞാനും ഇങ്ങനെ നോക്കി. ഗേറ്റ് ചെന്ന് തുറക്കാൻ തന്നെ ഭയങ്കര രണ്ട് ഭാഗത്ത് ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കും. ഞാൻ നോക്കി ഉണ്ടാക്കി വെച്ചതല്ല, ഒറിജിനൽ ആനയാണ്, കാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു ഈ വീട്ടുകാരോട്, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവം. ജിറാഫില്ല, ബാക്കി ആമയില്ല. ആമയില്ല, ജിറാഫില്ല, ഒന്ന് രണ്ട് ഐറ്റംസേ ഉള്ളൂ. ബാക്കി സിംഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ പോകുന്ന വഴി തന്നെ മോനെ കാണാൻ പറ്റും. ഞാൻ ചോദിച്ചു ഇതിൻ്റെ ആഹാരം. ഇപ്പോൾ ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ അതുകൊണ്ടിപ്പം 3 കിലോ 4 കിലോ ഇറച്ചിയൊക്കെ മേടിച്ച് വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് എല്ലാം കൂടെ തന്നെ കൊടുക്കാൻ തന്നെ തികയത്തില്ല. പിന്നെ വീട്ടിൽ 3-4 തെങ്ങുണ്ടായിരുന്നു, അതിൻ്റെ വരുമാനം കൊണ്ടത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസവും ആഹാരം കൊടുക്കാൻ ലേറ്റായെന്ന് പറഞ്ഞ് ഒരു കൊമ്പൻ അത് ഒരെണ്ണം പിടിച്ച് ഓടിച്ച് മൊത്തത്തിലങ്ങ് തിന്നു. പിന്നെ എല്ലാ ദിവസവും രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പേ 2-3 ഓല വീതം വെട്ടിയിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനിയും വെട്ടിയിട്ട് ഓലയില്ല, കരിക്ക് മാത്രമേ ഒന്നിട്ടുള്ളൂ. ഇനി അതുകൂടെ തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ആ കുടുംബം വളരെ ഭാരപ്പെടും, മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്ഥിതിക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളിത് മൃഗശാലയിൽ പോയി കാണാനാവില്ല പോകുന്നുള്ളൂ. ഇനി ആ ഒരു കാലഘട്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് മൊത്തത്തെ തുറന്നു വിടുക, മൊത്തം സംഭവങ്ങളെ തുറന്നു വിടുക. ഇതൊക്കെ റോഡിൽ ഇറങ്ങി കളിക്കട്ടെ. ഇപ്പോൾ പുതിയ വാർത്തയൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടോ. അത് തന്നെയല്ല, ഇത് മൃഗങ്ങളെല്ലാം കൂടെ സംസാരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരാളെ കൊല്ലാൻ നമ്മൾ വിട്ടുകൊടുക്കണമെന്നുള്ള. അങ്ങനെ ഇവരെല്ലാം കൂടെ യോഗം എല്ലാം കൂടി ആദ്യം തീരുമാനിച്ചൊരു കാര്യം ചെയ്യും, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം 3 പേരെ നമ്മളിപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്നത് ഓർത്തഡോക്സുകാരാണെന്നാണ് പറയുന്നത്. ഓർത്തഡോക്സുകാരെ കൊടുക്കണം എന്ന്. അങ്ങനെ എല്ലാ മതവിഭാഗത്തും വരും. ഇങ്ങനെ ഓരോ ആഴ്ചയിലായിട്ട് വിട്ടുകൊടുക്കണം. നമ്മൾ കൊടുത്തേ പറ്റത്തും, അല്ലെങ്കിൽ അവർ പറഞ്ഞ് അവരെ ആക്രമിക്കാതിരിക്കണം. അതുകൊണ്ടാണ് അവരെ സൈലൻ്റായിട്ട് വന്ന് വീടിൻ്റെ പടിക്ക് കിടക്കുകയും എടുക്കുകയൊക്കെ പോയി. അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലേ, വളരെ മോശപ്പെട്ട സ്വഭാവം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പെടൽ കടിച്ചെടുത്തിട്ട് പോകുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അത് നന്നായി എഗ്രിമെൻ്റ് ഇല്ല, ഇന്ന് അതുണ്ട്. അപ്പം ഈ ആഴ്ച അത് ഇപ്പം ആദിവാസികളുടെ ഏതാണ് ഈ 19-ാം തീയതി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 20 ദിവസത്തിന് ഓർത്തഡോക്സുകാരാണ്, മനസ്സിലായോ. അപ്പം അത് കഴിഞ്ഞ് പെന്തക്കോസ്തുകാർ വരും, പിന്നെ അങ്ങോട്ട് മറ്റേ ഈഴവർ വരും, നായർ വരും, പോറ്റി വരും, എല്ലാവരും വരും. അപ്പം എല്ലാവരും ഇങ്ങനെ 3-4 പേരെ വീതം വിട്ടു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവരെ പൂട്ടിയിട്ട് വളർത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനും കംപ്ലീറ്റ് എണ്ണത്തെ തുറന്ന് വിടുക. പിന്നെ ഇപ്പോൾ ആളുകൾ കാണാനൊക്കെ ആഗ്രഹിക്കും. ഇപ്പോൾ എൻ്റെ കുഞ്ഞൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഡാഡി കോഴി എന്ന് പറഞ്ഞാൽ എന്തോന്നൊക്കെ ചോദിക്കുന്നത്. കാരണം ഇതെല്ലാം പിടിച്ച് തിന്നുവരെല്ലാം, മനസ്സിലായി. കോഴിയെ, താറാവ്, ആട്, പശു, ഇതുങ്ങളെ സൂവിലേക്ക് കയറ്റുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങളെ നമുക്ക് കാണാൻ കിട്ടാത്തത് ഇവിടെ ഇല്ല, ഈ ഏരിയയിലെങ്ങും ഇല്ല. കോഴിയില്ല, താറാവില്ല, ആടില്ല, പശു, എരുമ, ഇതിനെല്ലാം ഭയങ്കര കളക്ഷനുമായിരിക്കും. ആളുകൾ കാണാനേ ഒരു കൊതിയുണ്ടേ. കാരണം ബാക്കിയെല്ലാം ഇവർ തിന്നു. ഈ സിംഹവും പുലിയും കരടിയും എല്ലാം ആടിനെയും പശുക്കളെയും അത്യാവശ്യം കോഴിയെല്ലാം തിന്നു. ഇനിയും ഈ നമ്മുടെ നാട്ടിലില്ല, വംശനാശ ഭീഷണി തന്നെ നേരിടുക. അപ്പോൾ അതുകൊണ്ട് അതുങ്ങളെല്ലാം അതിനകത്തോട്ട് പുനരധിവസിപ്പിച്ചിട്ട് ഈ അകത്ത് കിടക്കുന്ന മൊത്തം ചീറ്റപ്പുലിയുമായിട്ടുള്ള സാധനം എല്ലാം മൊത്തത്തിനെ എടുത്ത് പുറത്ത് കൊണ്ടുവിടണമെന്ന് എനിക്കൊരു വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളെൻ്റെ അഭ്യർത്ഥനയെ മാനിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കൊടുത്ത് നിങ്ങൾക്ക് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ഇത് അധികാരിക്കപ്പെട്ടവരുടെ ചെവികളിലെത്തട്ടെ. അപ്പോൾ അവരതിന് തക്കതായ തീരുമാനം എടുക്കും. എന്നാൽ പിന്നെ ശരിയാട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.